ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാളെ കർക്കിടകം 1. പഴയകാലത്ത് നിരവധി ചടങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വന്നിരുന്നു. പൊതുവെ ദാരിദ്ര്യം, രോഗങ്ങൾ, പ്രസന്നമല്ലാത്ത കാലാവസ്ഥ എന്നിവയെല്ലാമാണ് ഈ മാസത്തിന്റെ ലക്ഷണങ്ങളായി പറയപ്പെടുന്നത്. എങ്കിലും ആത്മീയ വിശുദ്ധിയുടെ മാസമായാണ് കർക്കിടകം വിലയിരുത്തപ്പെടുന്നത്. പോയ കാലത്തിന്റെ അഴുക്കും മാലിന്യവും നീക്കം ചെയ്ത് വീടും പരിസരവും മനസ്സും ശുചിയാക്കി ഐശ്വര്യദേവതയെ വീട്ടിലേക്ക് ആവാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം രാമായണ പാരായണത്തിലൂടെ സകല ദുരിതങ്ങളും നിവാരണം ചെയ്ത് ഐശ്വര്യകരമായ പുതുവർഷത്തിനു വേണ്ടിയുള്ള ഒരു മാസത്തെ കാത്തിരിപ്പ്. മിഥുന മാസത്തിലെ അവസാന സന്ധ്യാദീപം തെളിയുകയാണ്. ഇനി വരുന്നത് രാമനാമ പ്രധാനമായ സന്ധ്യകളാണ്. പഞ്ഞമാസം എന്ന് പഴിപേറുന്ന കർക്കിടകത്തെ തരണം ചെയ്യാൻ ഇഷ്ടദേവന്മാരെ പ്രാർത്ഥിച്ചുകൊള്ളുക. ഇന്നത്തെ സന്ധ്യാനാമത്തിലേക്ക് സ്വാഗതം. എന്റെ നെഞ്ചു കൊട്ടിപ്പാടണ തോറ്റം പാട്ട് നിന്റെ ഉള്ള മലിയണയത് കേട്ട് കേട്ട് എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുൻപിൽ എന്നും മീനൂട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ എന്റെ നെഞ്ച് കൊട്ടിപ്പാടണ തോറ്റം പാട്ട് നിന്റെയുള്ള മലിയടിയത് കേട്ട് കേട്ട് എന്റെ പൊന്നു മുത്തപ്പ നീ ഭഗവാൻ വെള്ളാട്ട് നിന്റെ കോവിൽ മുൻപിൽ എന്നും മീനൂട്ട് എന്റെ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ മുത്തപ്പ എന്റെ പൊന്നു മുത്തപ്പ. തന്നിടണേ ഭാഗ്യം കാണാൻ നിന്റെ ആറാട്ട് മണ്ണിൽ വന്ന കൈലാസേശ നിന്നിരാട്ട്
കർക്കിടകം 1 മുതൽ കേരളീയ ഹൈന്ദവ ഭവനങ്ങളിൽ അനുഷ്ഠിച്ചു വന്നിരുന്ന ചടങ്ങാണ് ശീപോതി വെക്കൽ. ശ്രീ ഭഗവതി എന്ന നാമമാണ് ശീപോതിയായി മാറിയത്. ചിട്ടയായ ചടങ്ങുകളിലൂടെ നടത്തപ്പെട്ടിരുന്ന ശീപോതി വെക്കൽ ഇന്നും ചിലരെങ്കിലും പിന്തുടരുന്നു. കൂടുതലറിയാം കഥയമമ്മയിലൂടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സന്ധ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് കർക്കിടക സംക്രമ സന്ധ്യയാണ്. നാളെ മുതൽ നമ്മളുടെയൊക്കെ വീട്ടിൽ മനസ്സിൽ ഈ കേരളം മുഴുവൻ രാമായണത്തിൻ്റെ ശീലുകൾ അലയടിക്കാൻ പോവുകയാണ്. രാമായണ മാസമായിട്ട് കർക്കിടക മാസം ആചരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല. നമ്മളുടെ പാരമ്പര്യത്തിലുള്ള നിരവധിയായിട്ടുള്ള മഹാത്മാക്കളുടെ പ്രയത്നം കൊണ്ടാണ് കർക്കിടക മാസം രാമായണ മാസമായി നമ്മൾ ഇന്ന് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ കാർഷിക സംസ്കാരത്തിൻ്റെ, കേരളത്തിൻ്റെ പരമ്പരാഗത ആരാധനാ രീതികളുടെ ഒക്കെ പ്രാധാന്യം ഈ കർക്കിടകം 1 മുമ്പായിട്ടുള്ള സന്ധ്യയ്ക്ക് ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ശീപോതി വെക്കൽ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രാമീണമായിട്ടുള്ള ഒരു അനുഷ്ഠാനം. ഇന്ന് നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല വീടുകളിലും ആ ചടങ്ങ് നിലവിൽ പൂർത്തിയായിട്ടുണ്ടായിരിക്കും. എങ്കിലും പൂർത്തിയാവാത്ത വീടുകളാണ് ഇന്ന് കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എങ്കിലും ആ ഒരു ചടങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു തരത്തിൽ നമ്മുടെ പഴയ ഓർമ്മകളെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരം എന്ന് മനസ്സിലാക്കി ജീവിക്കാനും നമുക്കൊരു പുതിയ തോന്നൽ ഉളവാക്കുന്നതാവട്ടെ എന്ന് മാത്രമാണ് മുൻകൂട്ടി ആശംസിക്കാനുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ശീപോതി വെക്കൽ? എന്താണ് ഈ ശീപോതി? ശീപോതി എന്നുള്ളത് ഒരു നാടൻ പ്രയോഗമാണ്. യഥാർത്ഥത്തിൽ ഈ ശീപോതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീ ഭഗവതി എന്നാണ്. ആരാണ് ശ്രീ ഭഗവതി? സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ശ്രീ ഭഗവതി. അപ്പൊ ശീപോതി വെക്കൽ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാലക്ഷ്മിയെ വീട്ടിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉദ്ദേശം. മഹാലക്ഷ്മി വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിലവിൽ താമസിക്കുന്ന ഒരാളെ അവിടെ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ മഹാലക്ഷ്മി വീട്ടിനകത്തേക്ക് വരുള്ളൂ. ആരാണ് നിലവിൽ നമ്മളുടെയൊക്കെ വീട്ടിൽ താമസിക്കുന്ന ആ താമസക്കാരി? അത് മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠ സ്ഥാനമുള്ള ജ്യേഷ്ഠാ ഭഗവതിയാണ്. നമ്മൾ ആ ഭഗവതിയെ ഗ്രാമീണ ഭാഷയിൽ പലയിടത്തും ചേട്ടാ ഭഗവതി അല്ലെങ്കിൽ പൊട്ടി എന്ന പേരിലൊക്കെ വിളിക്കാറുണ്ട്. ആ ഭഗവതിയെ പുറത്താക്കി മഹാലക്ഷ്മിയെ അകത്തേക്ക് വിളിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ശീപോതി വെക്കൽ എന്ന ചടങ്ങിൻ്റെ ഉദ്ദേശം. ഇത് നടക്കുന്നത് കർക്കിടക സംക്രമ സന്ധ്യയിലാണ്, അതായത് ഇന്നേ ദിവസമാണ്. എന്താ ഇതിൻ്റെ ചടങ്ങ്? ഒരു പൊട്ടിയ മുറം അല്ലെങ്കിൽ കീറിയ മുറം. ആ കീറിയ മുറത്തിൽ സാധാരണ ആ ഗൃഹത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയാണ് ഈ ചടങ്ങ് നിർവഹിക്കുക. 3 ചോറുരുളകൾ അതിൽ തയ്യാറാക്കി വെക്കുന്നതാണ്. ഒന്നിന് വെളുത്ത നിറമായിരിക്കും, ഒന്നിന് കറുത്ത നിറമായിരിക്കും, ഒന്നിന് മഞ്ഞ നിറമായിരിക്കും. ഇതിൻ്റെ കൂടെ വീട്ടിൽ അമംഗളമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എടുത്തിട്ട് ഈ മുറത്തിലേക്ക് തയ്യാറാക്കി വെക്കും. പൊട്ടിയ കണ്ണാടികൾ വെക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ പഴയ പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ വെക്കുന്ന ആളുകളുണ്ട്, കീറിയ വസ്ത്രങ്ങൾ വെക്കുന്ന ആളുകളുണ്ട്. അമംഗളമായിട്ട് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതിനെയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ കൂടെ മൈലാഞ്ചി വെക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ ഇങ്ങനെ ചേർത്ത് സജ്ജീകരിച്ച ആ മുറം കൊണ്ട് വീട്ടിലെ ഗൃഹനാഥ ഓരോ മുറിയിലും കയറി ആ മുറിക്കകത്തുള്ള ജ്യേഷ്ഠാ ഭഗവതിയെ പുറത്താക്കാൻ വേണ്ടി ജേട്ട പുറത്ത് അല്ലെങ്കിൽ ജ്യേഷ്ഠ പുറത്ത് അല്ലെങ്കിൽ പൊട്ടി പുറത്ത് എന്നുള്ള വായ്ത്താരികളൊക്കെ ചൊല്ലിക്കൊണ്ട് ഓരോ മുറിയിലും കയറി സഞ്ചരിക്കുന്നതാണ് ഈ ആചാരത്തിൻ്റെ ഒരു വിഭാഗം ചടങ്ങ്. ഈ മുറികളൊക്കെ കയറി ഇറങ്ങിയാൽ ശേഷം രണ്ടാമതായി വീടിന് ചുറ്റും ഈ മുറവുമായി 3 പ്രദക്ഷിണം വെക്കാറുണ്ട് അത്രേ. അതിന് പുറകിലായിട്ട് കുട്ടികൾ വാഴപ്പിണ്ടി പോലുള്ള വസ്തുക്കൾ കയ്യിലെടുത്ത് അവരും കൈ കൊട്ടിക്കൊണ്ട് ജ്യേഷ്ഠ പുറത്ത് ശീപോതി അകത്ത് എന്നുള്ള വായ്ത്താരി ഉറക്കെ ചൊല്ലുന്നത് കേൾക്കാം. അങ്ങനെ 3 പ്രദക്ഷിണം പൂർത്തിയായി കഴിഞ്ഞാൽ ആ ജ്യേഷ്ഠാ ഭഗവതിയെ വീടിന് പുറത്ത് കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതിനുശേഷം 7 തിരിയിട്ട ഒരു വിളക്കുമായി വീട്ടിനകത്തേക്ക് ഗൃഹനാഥ ശുദ്ധിയോടുകൂടി പ്രവേശിക്കുകയും ചെയ്യും. മഹാലക്ഷ്മി അകത്തേക്ക് വന്നു, ജ്യേഷ്ഠാ ഭഗവതി പുറത്തേക്ക് പോയി എന്നാണ് സങ്കല്പം.
ഈ ചടങ്ങ് ചെയ്യുന്ന സമയത്ത് തന്നെ വീട് മുഴുവൻ ശുദ്ധിയാക്കി വെക്കാറുണ്ട്. ഇന്നേ ദിവസമാണ് പണ്ടൊക്കെ വീടുകളിൽ വർഷത്തിൽ ഒരിക്കൽ നടന്നിരുന്ന വ്യാപകമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ജനലുകളൊക്കെ വൃത്തിയാക്കുക, വാതിലുകൾ വൃത്തിയാക്കുക, നിലം ചാണകം മെഴുകുക, മുറ്റത്ത് ചാണകവെള്ളം തളിക്കുക, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ശുദ്ധി പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ശീപോതി വെക്കൽ ചടങ്ങ് ചെയ്യാറുള്ളത്. വള്ളുവനാട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ചടങ്ങ് ഇന്നും പല ദിക്കുകളിലും നടക്കുന്നതായിട്ട് കാണാം. ഇതിൻ്റെ കൂടുതൽ മികവോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് ശീപോതി വെക്കലിൻ്റെ ഭാഗമായി കയ്യിൽ മൈലാഞ്ചികൾ അണിയുന്ന ആളുകളുടെ ഒരു ആചാരം. ആൺ പെൺ ഭേദമന്യേ എല്ലാവരും ഈ ആചാരത്തിൽ പങ്കെടുക്കുന്ന ഒരു വിഭാഗം ആളുകളെ വള്ളുവനാട് പ്രദേശങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മൈലാഞ്ചി അരച്ച് കയ്യിൽ ധരിച്ചുകൊണ്ട്, അതും മഹാലക്ഷ്മിയാണെന്നാണ് സങ്കല്പം. നമുക്കൊക്കെ നല്ല വസ്തുക്കളിലൊക്കെ ഈശ്വരനെ കാണാനാണ് നമുക്ക് സങ്കല്പം എപ്പോഴും കൂടുതലുണ്ടാവുക. അതുകൊണ്ടാണ് വാൽക്കണ്ണാടിയിൽ ഭഗവതി നമ്മൾ കാണുന്നത്, നിലവിളക്കിൽ ഭഗവതി നമ്മൾ കാണുന്നത്, ഏറ്റവും നന്നായി അലക്കിയ വസ്ത്രത്തിൽ നമ്മൾ ഭഗവതിയെ കാണുന്നത്, സ്വർണത്തിൽ നമ്മൾ ഭഗവതിയെ കാണുന്നത്, നല്ല വസ്തുക്കളിൽ എപ്പോഴും നമ്മൾ ഭഗവതിയെ കാണുകയും ചെയ്യാം. അപ്പം ആ ഭഗവതി നമ്മളുടെ വീട്ടിനകത്തേക്ക് വരുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ചീത്ത ചിന്തകളാകുന്ന ജ്യേഷ്ഠ പുറത്തേക്ക് പോകട്ടെ എന്നുള്ളതാണ് ആ ആചാരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള തത്വം. ലക്ഷ്മി എപ്പോഴും വിഷ്ണുപാദത്തിൽ മാത്രം ഇരിക്കുന്ന ദേവതയാണ്. അമ്മ അസ്ഥിരയാണ്. ഒരിടത്തും അമ്മ സ്ഥിരമായിട്ട് താമസിക്കാറില്ല അത്രേ. അതുകൊണ്ടാണ് പലപ്പോഴും പല ആളുകൾക്കും ധനം വരുന്നതായിട്ടും പോകുന്നതായിട്ടും തോന്നുന്നത്. ലക്ഷ്മി അസ്ഥിരയാണ്. എവിടെയാണ് ലക്ഷ്മി സ്ഥിരമായിട്ട് താമസിക്കുക? വിഷ്ണുവിൻ്റെ പാദങ്ങളിൽ മാത്രമാണ് ലക്ഷ്മിയെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ സദാസമയവും ശീപോതിയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മനസ്സ് ഏറ്റവും നൈർമല്യമുള്ള വൃത്തിയുള്ള ഒന്നാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ ലക്ഷ്മി ഭഗവതി സാന്നിധ്യം ചെയ്യും. ആ ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ നാരായണൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. കാരണം ആ നാരായണൻ്റെ പാദങ്ങളിൽ മാത്രമാണ് ലക്ഷ്മി സദാ വസിക്കുന്നത്. നമ്മളുടെ വീടിനകത്തൊക്കെ ശീപോതി വസിക്കട്ടെ, നമ്മളുടെ മനസ്സിൽ നാരായണൻ വസിക്കട്ടെ, ആ നാരായണൻ്റെ പാദങ്ങളിൽ സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയും വസിക്കട്ടെ. ഈ കർക്കിടക മാസം നമുക്കൊക്കെ അനുഗ്രഹീതമായിട്ടുള്ള ഒന്നാവട്ടെ എന്ന് മുൻകൂറായിട്ട് ആശംസിക്കുന്നു. രാമായണത്തിൻ്റെ ശീലുകൾ നമ്മുടെ മനസ്സിലും വരുന്ന തലമുറകളിലും മുഴങ്ങി കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിവസത്തെ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ. വീടുകളെ പ്രാർത്ഥന, പൂജ എന്നിവയിലൂടെ പരിശുദ്ധമാക്കാം. എന്നാൽ അതൊരു ക്ഷേത്രം പോലെയാകില്ല. അനേകായിരങ്ങളുടെ വിശ്വാസം കേന്ദ്രീകരിക്കപ്പെട്ട വിഗ്രഹം, അനേകായിരങ്ങളുടെ ശ്വാസോച്ഛ്വാസം പൊഴിക്കുന്ന അന്തരീക്ഷം, കാലപ്പഴക്കത്തിൻ്റെ ഗരിമ, തലമുറകളുടെ പ്രയത്നം, ഇതെല്ലാം ഒരു ക്ഷേത്രത്തിലേ ഉണ്ടാവുകയുള്ളൂ. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. പ്രൗഢമായ തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ സ്മാരകമായി നിലനിൽക്കുന്ന കരിങ്കൽ കോട്ടയും കമാനങ്ങളും, കോട്ടയ്ക്ക് നടുവിൽ അനന്തപത്മനാഭൻ പള്ളി കൊള്ളുന്ന മഹാക്ഷേത്രം, ചുറ്റുപാടും ചിതറിക്കിടക്കുന്ന പഴയ കൊട്ടാരങ്ങളുടെ തിരിശേഷിപ്പുകൾ. പത്മനാഭസ്വാമി ക്ഷേത്രം രാജാക്കന്മാരുടെ സ്വകാര്യ ആരാധനാ ക്ഷേത്രമായിരുന്ന കാലത്ത് തികച്ചും സ്വാതന്ത്ര്യത്തോടെ സാധാരണക്കാരായ ഭക്തജനങ്ങൾ ആരാധിച്ചിരുന്ന അനേകം ക്ഷേത്രങ്ങൾ അതിനു ചുറ്റുമായി ഉണ്ടായിട്ടുണ്ട്. അത്തരം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരവിപേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏതാണ്ട് 800 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് വിശ്വാസം. പടിഞ്ഞാറേ കോട്ട വാതിൽ കടന്ന് പുറത്തിറങ്ങി വലത്തോട്ട് നടന്നാൽ ചെമ്പകശ്ശേരി പെരുന്താന്നി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ എത്താം. മാധവ മാമവ ദേവ കൃഷ്ണ
കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ. വട്ടക്കെട്ട് ശ്രീകോവിലോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും ചതുർബാഹുവും ശംഖചക്രധാരിയുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണന് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുമായാണ് സാദൃശ്യം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും വിഷ്ണുവാണ് അകത്ത് പ്രതിഷ്ഠയായിട്ടുള്ളത്. ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ തന്നെയാണ് ഇവിടെ ഉള്ളത്. സന്താന ഗോപാലകൃഷ്ണനായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ചതുർബാഹു മഹാവിഷ്ണു പൂജയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന് തൃക്കൈ വെണ്ണ, കദളിപ്പഴം, വെണ്ണ തുടങ്ങിയ നേദ്യം, പാൽപ്പായസ നിവേദ്യം, ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് ലഡ്ഡു സമർപ്പണം, ഇങ്ങനെ തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ക്ഷേത്രത്തിൽ നടന്നു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ആരാധിച്ചിരുന്നത് കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വന്ന് ആരാധിച്ച് പുത്രസൗഭാഗ്യം ലഭിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ശ്രീ ഇരവിപെരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ശ്രീധര കേശവ രാധാരമണ ശ്രീധര കേശവ രാധാരമണ മാധവ മാമവ ദേവ. ഗണപതി, അയ്യപ്പൻ, ശിവഭൂതം, നാഗർ എന്നിവയാണ് ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ. ഇവിടുത്തെ പ്രധാന ഉപദേവകളെന്ന് പറയുന്നത് ശ്രീ മഹാഗണപതിയും ശ്രീ അയ്യപ്പനും നാഗരും അതോടൊപ്പം തന്നെ പഞ്ചഭൂതങ്ങളുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രഹ്മരക്ഷസും ഇവിടെ ഉണ്ട്. പ്രധാന വഴിപാടായിട്ട് പറയുന്നത് പന്തീരാഴി സദ്യയാണ്. നമ്മുടെ ഈ ആഗ്രഹങ്ങൾ സഫലമാകുമ്പോൾ ഭഗവാന് പന്തീരാഴി സദ്യ നൽകി നേദ്യം നൽകുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നതിൽ പ്രധാന ഒരു നേദ്യമെന്ന് പറയുന്നത്. അഷ്ടമി രോഹിണി വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നുവെങ്കിലും 8 ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കുനി ഉത്സവമാണ് പ്രധാനം. ഉത്സവത്തോടനുബന്ധിച്ച് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭനോടൊപ്പമാണ് എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. തിരുവോണ നക്ഷത്രത്തിൽ തുടങ്ങി ഉത്തര നക്ഷത്രത്തിൽ അവസാനിക്കുന്ന ഉത്സവമാണ് നടക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോടെ ആറാട്ടിനനുബന്ധിച്ച് നമ്മുടെ ദേവനും ശ്രീ ശംഖുമുഖം ദേവി കടവിൽ ആറാട്ടിന് കൂടിയാറാട്ട് നടത്തുന്ന ദേവനാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്നെ 8 കരയോഗത്തിൽ 1ാം സ്ഥാനിയായിട്ടുള്ള പൂവക്കര മഠം വകയായിട്ടുള്ള ക്ഷേത്രമാണിത്. മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ. പഴയകാല താളിയോല ഗ്രന്ഥങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. സന്താനഭാഗ്യത്തിനും രോഗശമനത്തിനും വിവാഹത്തിനുമായിട്ടെല്ലാം ഈ ക്ഷേത്രസന്നിധിയിൽ എത്തി പ്രാർത്ഥിക്കുന്നവർ നിരവധിയാണ്. രാജഭരണകാലത്തിന്റെ പഴമയും പ്രതാപവും ഇന്നും ഈ ക്ഷേത്രാങ്കണത്തിൽ തങ്ങി നിൽക്കുന്നു. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ
മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ ദിവ്യരൂപം. കാലാവസ്ഥാ ഭേദങ്ങൾക്കനുസരിച്ച് ജീവിത രീതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് പകരുന്ന ഭക്ഷണങ്ങൾ, തണുപ്പുകാലത്ത് ശരീരത്തിന് ചൂട് നൽകുന്ന ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കണം. ഇതുപോലെ തന്നെയാണ് മനസ്സിനെയും കാണേണ്ടത്. മൂടിക്കെട്ടിയ ആകാശം, ഈർപ്പമുള്ള വായു, ചാറ്റൽ മഴ, മങ്ങിയ വെയിൽ, ഇതെല്ലാമുള്ള കർക്കിടകം മനസ്സിലുണ്ടാക്കുന്ന അസ്വസ്ഥതകളെ ഇല്ലാതാക്കാൻ ഭക്തിയെ കരുത്താക്കി മാറ്റുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.